പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അടുത്ത ക്ലാസ്സാണ് 9th സ്റ്റാൻഡേർഡിലെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് പ്രിയയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനോടി ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. രണ്ട് സംഖ്യകളുടെ തുക 26, സം ഓഫ് ടു നമ്പേഴ്സ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വ്യത്യാസം 4. സംഖ്യകൾ എന്തൊക്കെയാണ്? സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക 26 അല്ലേ. അപ്പോൾ രണ്ട് സംഖ്യകൾ നമ്മൾ എക്സ് വൈ എന്നിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ സംഖ്യകൾ ഇപ്പം 2ഉം 7ഉം രണ്ട് സംഖ്യകളാണെന്ന് വിചാരിക്കുക. 2ഉം 7ഉം രണ്ട് സംഖ്യകളാണെങ്കിൽ അവയുടെ തുക എന്ന് പറയുമ്പോൾ 2 + 7 9. അവയുടെ വ്യത്യാസം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. വ്യത്യാസം 4 ആണെന്നാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. 7 - 2 5 ആണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അറിയാത്ത ആ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാത്ത സംഖ്യ എക്സ്. ലെറ്റ് ദ നമ്പർ ബി എക്സ്. നമുക്ക് അറിയാത്ത സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ടിൻ്റെ സ്ഥലത്താണ് എന്ത് വിചാരിച്ചിരിക്കുന്നത്? എക്സ് ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണെന്ന് പറയും അല്ലേ. അപ്പം ഈ 2നോട് 5 കൂട്ടിയാലാണല്ലോ മറ്റേ സംഖ്യ കിട്ടുക. അതേപോലെ നമ്മൾ അനദർ നമ്പർ, മറ്റേ സംഖ്യ എന്ത് കിട്ടും? അനദർ നമ്പർ വ്യത്യാസം തന്ന കേസിൽ മാത്രമാണ് അനദർ നമ്പർ എക്സ് + 4. മറ്റൊരു സംഖ്യ എന്താക്കിയെടുക്കാം? എക്സ് + 4 ആക്കിയെടുക്കാം. അപ്പം ഇവയുടെ തുക 26 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ എക്സും എക്സ് + 4 കൂടി ആഡ് ചെയ്താൽ എക്സ് + 4 = 26. അവ രണ്ടിൻ്റെയും തുക. അപ്പോൾ ഒരു സംഖ്യ എക്സ് ആണ്, അടുത്ത സംഖ്യ എക്സ് + 4 ആണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെയും തുക 26 ആണ്. സം 26 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക. എക്സ് + എക്സ് എന്താണ്? 2x ആണ്. 2x + 4 = 26. 2x = നമുക്ക് എക്സ് = ആണെന്ന് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ എക്സിനെ മാത്രം ആക്കിയെടുക്കണം. അപ്പോൾ ആദ്യം പ്ലസ് സൈൻ ഇട്ടിട്ട് വേർതിരിച്ചുള്ള നമ്പറുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ +4 ആണ്. അപ്പോൾ ഈക്വൽ ടു ഇടുക. ഈക്വൽ ടു ഇട്ടാൽ ഉടനെ 26 എഴുതണം. ഈ +4 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ -4 ആയി. അപ്പം 2x = 26 - 4 എത്രയാണ്? 22. അപ്പോൾ എക്സ് = എത്ര കിട്ടി? 22/2. എക്സ് = 11 അല്ലേ. അപ്പോൾ എക്സ് = 11 കിട്ടി. ഓക്കെ. ഇനി മറ്റേ സംഖ്യ ഏതാണ്? അനദർ നമ്പർ എന്തായിരിക്കും? ഇവയുടെ ഡിഫറൻസ് 4 ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അനദർ നമ്പർ എന്താണ്? 11 + 4 അല്ലേ. മറ്റേ സംഖ്യ 11 + 4 = 15. അപ്പോൾ ഒരു നമ്പർ 11 ആണ്, മറ്റേ നമ്പർ 15 ആണ്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സംഖ്യകൾ 11, 15. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഒരു സൈഡ് മറ്റൊരു സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. വൺ സൈഡ് ഈസ് മോർ ദാൻ ദ 8 സെൻറ്റിമീറ്റർ മോർ ദാൻ അതർ സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഇപ്പം നമുക്ക് ലെങ്ത്ത് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് എത്രയാണ്? എക്സ് + 8 ആണ് അല്ലേ. ഏതെങ്കിലും നമുക്ക് ഏത് ഇഷ്ടമുള്ള സൈഡ് എടുക്കുക. അപ്പം ഏത് സൈഡാണോ നമ്മൾ എടുക്കുന്നത് ആ എക്സ് നമുക്കറിയില്ല അതെത്രയാണ് സൈഡിൽ നിന്ന്. അപ്പോൾ അറിയാത്ത സൈഡിനെ നമ്മൾ എക്സ് സെൻറ്റിമീറ്റർ ആക്കി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എന്താണ്? 8 സെൻറ്റിമീറ്റർ മോർ ദാൻ ആണ് അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ മറ്റേ സൈഡ് എന്താണ്? എക്സ് + 8. നമുക്ക് നീളമുള്ള സൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇതെങ്ങനെയാണ് എൻ്റെ റെക്റ്റാങ്കിൾ എങ്കിൽ നമുക്കിത് എക്സ് ആക്കി എടുക്കണമെങ്കിൽ ഈ സൈഡ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഈ സൈഡ് എന്താവും? എക്സ് + 8. അപ്പോൾ ഇതിലൊന്നും പ്രാധാന്യമില്ല. നമ്മളോട് ലെങ്ത് ഓഫ് സൈഡ്സ് ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. വശങ്ങളുടെ നീളങ്ങളാണ് കാണാൻ പറഞ്ഞത്.
അപ്പം നമുക്ക് ലെറ്റ് എക്സ് ബി ദ breadth of the rectangle. നമുക്ക് എക്സ് ബ്രെഡ്ത്ത് ആക്കി എടുക്കുകയാണെങ്കിൽ ദെൻ ലെങ്ത്ത് എന്തായിരിക്കും എക്സ് പ്ലസ് 8 ആയിരിക്കും അല്ലേ. ഇനി പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്താണ്? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. നമ്മൾ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്നതാണ് അല്ലേ. 4th സ്റ്റാൻഡേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിമീറ്റർ. അപ്പം 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ലെങ്ത്ത് നമ്മൾ എന്താ കൊടുത്തത്? എക്സ് പ്ലസ് 8 ആണ് അല്ലേ. ലെങ്ത്ത് ഇവിടെ എക്സ് പ്ലസ് 8, ബ്രെഡ്ത്തോ എക്സ്. അപ്പം ബ്രെഡ്ത്തിൻ്റെ സ്ഥലത്ത് എക്സ്. ഇതെന്താന്ന് തന്നിട്ടുണ്ട്? പെരിമീറ്റർ 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പം പെരിമീറ്റർ എന്ന് എഴുതിയ സ്ഥലത്ത് 40 ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് 40 ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് എക്സും ആഡ് ചെയ്താൽ 2x പ്ലസ് 8. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു ആക്കി വരണം. ആദ്യം തന്നെ ബ്രാക്കറ്റിൻ്റെ പുറമുള്ള ഈ 2നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോവുക. ഇവിടെ ഇൻറ്റു 2 ആണ്. അത് ഇവിടെ സൈഡിലെത്തുമ്പം ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 2 ആവും. നമുക്ക് നോക്കാം. 40 is equal to 2 into x plus 8 plus x. 40 is equal to ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എന്തായി? ബൈ 2 ആയി. 40 ബൈ 2 ഈക്വൽ ടു ഇതിന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് എന്തായി? 2x പ്ലസ് 8. 40 ബൈ 2 20 ആണ് നമുക്കറിയാലോ. 20 ഈക്വൽ ടു 2x പ്ലസ് 8. അപ്പോൾ 2x എക്സിന് അവിടെ നിന്നോട്ടെ, 8നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഇവിടെ പ്ലസ് 8 ഇവിടെ വരുമ്പോൾ മൈനസ് 8 ആവും. ഈക്വൽ ടു 2x. 20 മൈനസ് 8 എത്രയാണ്? 12 ആണല്ലേ. 12 ഈക്വൽ ടു 2x ഓർ 2x ഈക്വൽ ടു 12. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സിനെ ഒറ്റക്കാക്കുമ്പോൾ 2നെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 12 ബൈ 2 ഈക്വൽ ടു 6 അല്ല. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എക്സ് ഓർ ബ്രെഡ്ത്ത് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ബ്രെഡ്ത്താണ് എക്സ് ആക്കിയെടുത്തത്. അപ്പം ബ്രെഡ്ത്ത് ഈക്വൽ ടു 6. സോ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 8 മോർ അല്ലേ. അപ്പം മോർ ദാൻ 8 ആകുമ്പോൾ 6 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.